പള്ളിയുടെ സമീപത്ത് ഒരു ചെടി പോലും മുളക്കാത്ത സ്ഥലത്താണ്. ആ ചെടി മുളക്കാത്ത സ്ഥലത്ത് ഭാര്യയെയും കുഞ്ഞിനെയും താമസിപ്പിച്ച് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു, ഭർത്താവേ പോവുക, നിങ്ങൾ എന്നെയും കുഞ്ഞിനെ ഇവിടെ ഇട്ട് പോവുക, ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് എന്നെ ഇട്ടേച്ച് പോവുകയാണോ? ഇബ്രാഹിം നബിന്റെ മറുപടി, ഇത് എന്റെ റബ്ബനോട് കൽപ്പിച്ചത് കൊണ്ടാണ് നിങ്ങളെ ഇവിടെ താമസിപ്പിക്കുന്നത്. ഭാര്യന്റെ മനസ്സിന് ധൈര്യം ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു. നിസ്കരിക്കുന്ന ബാപ്പയാണ്, നിസ്കരിക്കുന്ന ഭർത്താവാണെങ്കിൽ തീർത്തു പറയട്ടെ, ആ കുടുംബത്തിന് അള്ളാഹുവിന്റെ രക്ഷ ലഭിക്കുന്നതാണ്, സമാധാനം ലഭിക്കുന്നതാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു പോകുന്നു. തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം, ചെടികൾ മുളക്കാത്ത ആ പ്രദേശത്ത് എന്റെ ഭാര്യക്കും കുഞ്ഞിനും നീ രക്ഷ നൽകണമെന്ന് പ്രാർത്ഥിച്ച കാരണത്താൽ പലസ്തീനിൽ നിന്ന് കൃഷിയോഗ്യമായ നല്ലൊരു പ്രദേശത്തെ സൗദി അറേബ്യയിലേക്ക് അള്ളാഹു അതാ കൊണ്ടുവരികയാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് ത്വായിഫ്. സൗദി അറേബ്യയിൽ പരിചയമുള്ള ആളുകൾക്കറിയാം, സൗദി അറേബ്യയിൽ പഴവർഗ്ഗങ്ങൾ ധാരാളം ഉണ്ടാകുന്ന, ധാരാളം പച്ചക്കറികൾ വളരുന്ന സ്ഥലമാണ് ത്വായിഫ്. ത്വായിഫിന് ഈ പത്രാസ് കിട്ടാനുള്ള കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്. ചെടിമുളക്കാത്ത ഈ സ്ഥലത്ത് എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനുമുള്ള എല്ലാ അനുഗ്രഹവും നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഭൗതികമായ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ നിസ്കാരവും ഇബാദത്തും അതെല്ലാം റാഹത്തായിട്ട് ഇങ്ങനെ നിർവഹിക്കാൻ തുടങ്ങിയപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു ചെയ്ത നിഅമത്തുകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തോട് ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള ആള് ഈ പ്രവാചകനാണ്. ഈ പ്രവാചകന്റെ ശൈലിയാണ് പിന്നീട് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബിന്റെ മാർഗം സ്വീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം സ്വീകരിച്ചു. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, ആരിഫാണ്, വലിയാണ്. ഒരു ദിവസം ദുനിയാവിന്റെ മടുപ്പിക്കുന്ന രംഗങ്ങൾ ഓർമ്മയിൽ വന്നപ്പോൾ, ദുനിയാവിന്റെ മടുപ്പിക്കുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ അബൂ യസീദുൽ ബിസ്താമി ഇങ്ങനെ ആലോചിച്ചു, നാശം പിടിച്ച ഈ ദുനിയാവിൽ കല്യാണം എന്തിനാണ് കഴിക്കുന്നത്? അതുകൊണ്ട് ഭാര്യ വേണ്ട. ഭാര്യ ഇല്ലാതെ എങ്ങനെ ജീവിച്ചാൽ ഉള്ള സമയം മുഴുവനും ഇബാദത്തിൽ ഉപയോഗപ്പെടുത്താമല്ലോ. അതുപോലെ നല്ല രസമുള്ള ഭക്ഷണം, നല്ല ആഹാരങ്ങൾ കഴിച്ചാൽ അതൊക്കെ നമ്മളെ ഇബാദത്തിന് തടസ്സമാകുന്നുണ്ട്. അതുകൊണ്ട് നല്ല ആഹാരം കഴിക്കാതെ, കല്യാണം കഴിക്കാതെ ജീവിക്കലാണ് നല്ലത് എന്ന് അബൂ യസീദുൽ ബിസ്താമിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്. റിസാലത്തുൽ ഖുശൈരിയിൽ ഈ സംഭവം ഉദ്ധരിച്ചത് കാണാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അബൂ യസീദുൽ ബിസ്താമിന്റെ മനസ്സിലേക്ക് അതാ ഒരു ചിത്രം കടന്നു വരുന്നു. ആരുടെ ചിത്രമാണ്? സയ്യിദുനാ റസൂലുള്ളാഹി. ഓ അബൂ യസീദേ, നിന്റെ ചിന്ത ശരിയല്ല. ഭാര്യ വേണ്ട എന്ന ചിന്ത ശരിയല്ല, ഭക്ഷണം കഴിക്കണ്ട എന്ന ചിന്തയും ശരിയല്ല. കാരണം അന അത്ഖാകും ലില്ലാഹി വഅഖ്ശാകും ലില്ലാഹ് അന അതസവ്വജു നിസാ. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്, ഞാൻ രാത്രിയിൽ ഉറങ്ങുന്നുണ്ട്, കച്ചവടത്തിന് ഞാൻ പോകുന്നുണ്ട്, ഭൗതികമായ ബന്ധങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ, ഭയപ്പെടുന്ന വിഷയത്തിൽ ഞാനാണ് ഏറ്റവും മുന്നിൽ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ യസീദുൽ ബിസ്താമി അതാ മനസ്സിൽ കാണുന്നു. ഉടനെ തന്നെ നേരത്തെ തീരുമാനിച്ച തീരുമാനം പിൻവലിച്ച് ഭാര്യയുള്ള ജീവിതമാണ് അബൂ യസീദുൽ ബിസ്താമി ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ പാടെ കൈവടിയലല്ല, മറിച്ച് ദുനിയാവിൽ നമ്മൾ സമ്പാദിക്കുന്ന, നമ്മൾ ആഹരിക്കുന്ന ഭക്ഷണം അത് ഹലാലാണോ അല്ലേ എന്ന് ഓരോ തവണയും ഇങ്ങനെ ആലോചിക്കണം. കോഴിച്ചനയിൽ, കോട്ടക്കലിൽ, മലപ്പുറത്ത്, കേരളത്തിൽ ബിസിനസ്സുകൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. എവിടെയും പുതിയ പുതിയ സ്മാർട്ട് സിറ്റികളും പുതിയ പുതിയ IT സ്ഥാപനങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഇന്നലെ വരെ നമ്മളെ വാപ്പയും വലിയാപ്പയും കേൾക്കാത്ത പുതിയ ബിസിനസിന്റെ മേഖലകൾ തുറന്നു വരുമ്പോൾ വെറുതെ റോഡ് സൈഡിൽ പോയി നിൽക്കുമ്പോൾ ഒരാൾ വന്ന് തോളിൽ തട്ടിയിട്ട് ചോദിക്കുന്നു, നിങ്ങൾ കൂടുന്നോ? നമ്മളെ പ്രത്യേകമായ ഒരു പരിപാടിന്റെ സ്കീമുണ്ട്. ഓരോ സ്കീമാണ്. 97 ആണ് സ്കീമിന്റെ പേര്. ഇന്നലെ 96 ആയിരുന്നു, നാളെ വേറെന്തോ ഒന്നാണ്. സ്കീമിൽ കൂടുന്നു. ഏതായാലും നമ്മളെ പേരൊന്നും എഴുതിട്ടേക്ക് എന്തെങ്കിലും ഹൈറ് കിട്ടുകയാണെങ്കിൽ പേര് കൊടുത്തു പോയി.
ആ പേര് അങ്ങനെ കൊടുത്തിട്ട് മറ്റേയാള് പിന്നെ ഒരു കത്തയക്കുകയാണ്. ആ കത്തയച്ച് ഇവനെ വിളിക്കുന്നത് എങ്ങോട്ടാണ്? മദ്യം വിളമ്പുന്ന ക്ലബിലേക്കാണ്. ഒരൊറ്റ നിസ്കാരം ഖളാ ആക്കാതെ, ഒരു കള്ളിന്റെ ഒരംശം പോലും കുടിക്കാതെ, ഒരു മയക്കുമരുന്നിനും അടിമപ്പെടാതെ, നല്ല ബാപ്പയുടെയും നല്ല ഉമ്മയുടെയും മകനായി ജീവിച്ച ആ മകൻ ഇന്ന് ക്ലബിലെ അംഗമാണ്. ആ ക്ലബിൽ സ്ഥിരം സന്ദർശകനാണ്. അവിടെ തുടങ്ങിയ ബിസിനസ്സിൽ അവൻ പങ്കാളിയാണ്. നിങ്ങൾ ഓർക്കണം, ഏത് കേൾക്കുമ്പോഴും 100 വട്ടം ആ വിഷയത്തെപ്പറ്റി ആലോചിക്കണം. ഞാനിതിൽ ചെന്ന് ചാടിയാൽ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു നല്ല ആലിമിനോട് മസല ചോദിച്ച് മനസ്സിലാക്കിയിട്ടല്ലാതെ ഒരു ബിസിനസ്സിലും ആരും ചെന്നു ചാടാൻ പാടില്ല. ദുനിയാവിന്റെ ആഗ്രഹമില്ലാത്ത, അത്യാഗ്രഹമില്ലാത്ത നല്ല ആലിമീങ്ങളും സാലിഹീങ്ങളും നമ്മുടെ സമുദായത്തിൽ ധാരാളമുണ്ട്. അവരെ സമീപത്ത് പോയി വിഷയങ്ങൾ അന്വേഷിക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരോട് ചോദിച്ചാൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതാണ്. ഞാൻ പറയുന്നത് ഭൗതികമായ ജീവിതത്തെ പാടെ ഒഴിവാക്കലല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ആരാധനകൾ ഇവിടെയുള്ള വിഷയങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഹലാലും ഹറാമും വേർതിരിച്ച് അറിയാനുള്ള ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് ഹലാലായതാണെന്ന് ഉറപ്പുള്ള മാർഗം നാം തിരഞ്ഞെടുക്കണം. ഹറാമായ മാർഗത്തെ ഒഴിവാക്കണം. ഹലാലോ ഹറാമോ എന്ന് തിരിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ അതും നമ്മളെ ജീവിതത്തിൽ ഇതാ കടന്നു വരാറുണ്ട്. എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു ബേക്കറി നടത്തുന്ന ഒരു സഹോദരൻ എന്നോട് അദ്ദേഹം ചോദിച്ചു, ഈ ബേക്കറിയിലെ തൊഴിലാളികൾക്ക് നിങ്ങളൊരു ക്ലാസ് എടുത്തു തരണം. ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് രാത്രി നമുക്ക് ക്ലാസ് എടുക്കാം. ബേക്കറിക്കാരെ പണിയെല്ലാം കഴിഞ്ഞിട്ടാവട്ടെ ക്ലാസ്. ആ ക്ലാസ്സിന് പോയപ്പോൾ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന പണിക്കാർ കുറെ വിഷയങ്ങൾ ചോദിച്ചു. അവരുടെ ചോദ്യങ്ങൾ വളരെ രസകരമായ ചോദ്യങ്ങളാണ്. അവരിൽപ്പെട്ട ഒരു കുട്ടി ചോദിച്ചു, ഉസ്താദെ, ഇപ്പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്? ഇന്ന് ആധുനിക ലോകത്ത് TV ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. അതേസമയം ആ TV കൊണ്ട് പല നാശങ്ങളും വിഷമങ്ങളും ഉണ്ട്. ഹദ്ദാദ് റാത്തീബും സ്വലാത്തും ചൊല്ലി ജീവിച്ചിരുന്ന നിരവധി ഉമ്മമാർ ഇന്ന് TVന്റെ മുമ്പിലിരുന്ന് സമയം കളയുന്ന രംഗം നമ്മുടെ വീടുകളിൽ നാം കാണേണ്ടി വരുന്നു. അതേ സമയത്ത് ലോകത്തിന്റെ പല വാർത്തകളും മുസ്ലിം സമുദായത്തിന് അറിയാനുള്ള ഒരു മീഡിയ എന്ന നിലയിൽ TVയെ കൈയൊഴിക്കാൻ കഴിയുന്നുമില്ല. എന്തു വേണം? ആ കുട്ടികൾ അതുവരെ TV വാങ്ങാതെ അവരാ വിഷയം സൂക്ഷ്മതയോടെ അന്വേഷിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞു, വാങ്ങാത്തവരോട് ദയവായി പറയാനുള്ളത് വാങ്ങണ്ട എന്ന് തന്നെയാണ്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാല് വളരെ വ്യക്തമാണ്, ഹറാമും വളരെ വ്യക്തമാണ്. അതങ്ങനെ ഒരു സാധനം വാങ്ങിയാൽ ഞാൻ ഇനി ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോകും. വെള്ളിയാഴ്ച 300 സ്വലാത്ത് എല്ലാം പ്രത്യേകം സുന്നത്താണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയാൽ അതിന്റെ ഗുണം പല ഗുണങ്ങളാണ്. മഹാന്മാരായ ആരിഫുകൾ ഹദ്ദാദ് പതിവാക്കുന്നവരാണ്. ഒരു ദിവസം ഒരു ഹദ്ദാദ് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ആ മനുഷ്യന് അന്ന് മരണമില്ല, അവന് പ്രയാസങ്ങളില്ല. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ മരണമില്ല. വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ മരണമോ വിഷമങ്ങളോ ഇല്ല. അതടക്കം നാളെ സ്വർഗത്തിൽ അതാ വലിയ ഗുണങ്ങൾ കിട്ടുന്ന ഒരുപാട് ദിക്റുകൾ ഹദ്ദാദ് റാത്തീബിലുണ്ട്. അത് ചൊല്ലുന്നതിന് ഇത് തടസ്സമായി പോകും. അതുകൊണ്ട് വേണ്ട. പിന്നെ ആരെങ്കിലും വാങ്ങിയവരുണ്ടെങ്കിൽ അത് അടിച്ചുപൊളിച്ച് വിറ്റ് കളയുകയും വേണ്ട. തൽക്കാലം അവിടെ നിൽക്കട്ടെ. കാരണം വാർത്ത അറിയുക എന്നൊരു വഴി ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ. പക്ഷേ അവിടെയും പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ബേക്കറി പണിക്കാരാണ്. വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് ഈ കുടുംബത്തെ പോറ്റുന്ന ഈ പണം കൊണ്ടാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വബൈനഹുമാ മുത്തശാബിഹാത്ത്. ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ ഒരു സാധനമുണ്ട്. അതെന്താണ്? ഹലാലോ ഹറാമോ എന്ന് തിരിച്ചറിയാത്തൊരു സാധനം ഉണ്ട്. അത്തരം സാധനങ്ങൾ ഉണ്ടായാൽ കണ്ടാൽ ഫമനിത്തഖ ശുബ്ഹാതി ഫഖദ് ഇസ്തബ്റാ ലിദീനിഹി വഇർളിഹി വമൻ വഖഅ ഫിശ്ശുബ്ഹാതി വഖഅ ഫിൽ ഹറാം. ഹലാലോ ഹറാമോ എന്ന് തിരിയാത്ത പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ 2 അഭിപ്രായമുണ്ട്. ചില ആലിമ്യങ്ങൾ പറയുന്നത് പാടില്ല, ചില ആലിമ്യങ്ങൾ പറയുന്നു ആയിക്കോട്ടെ. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ അത് ഹറാമ് വരാൻ സാധ്യതയുള്ളതായതുകൊണ്ട് അത് വേണ്ട എന്ന് വെക്കലാണ് ബുദ്ധി
എന്ന് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് സാന്ദർഭികമായി ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ നന്നാകണമെങ്കിൽ, ഇസ്ലാമുമായുള്ള ബന്ധം നന്നാകണമെങ്കിൽ നമ്മുടെ ജോലികളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നാം വളരെയധികം ശ്രദ്ധിക്കണം, നാം വളരെയധികം സൂക്ഷിക്കണം. അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാനും അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. 120 കൊല്ലം ജീവിച്ച ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, 120 കൊല്ലം ജീവിച്ച ബഹുമാനപ്പെട്ട ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു, ആ രണ്ട് മഹാന്മാരെ ചരിത്രത്തിൽ അതാ ഉലമാക്കൾ പ്രത്യേകം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. 120 കൊല്ലം ഒരു മനുഷ്യൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. പക്ഷേ ഹക്കീം ഇബ്നു ഹിസാമിനൊരു സങ്കടമുണ്ട്. ആ സങ്കടം നമുക്കുണ്ടാകണം. ഇക്കൊല്ലത്തെ റമദാൻ, കഴിഞ്ഞ കൊല്ലത്തെ റമദാൻ ഒക്കെ വളരെ ഉഷാറ്, വയലിന്റെ മജ്ലിസിലൊക്കെ പോയിരുന്നു, ഇത്തിക്കാഫി ഇരുന്നിട്ടുണ്ട്, ഉസ്താദിനെ നോമ്പ് ഉറക്കാൻ വിളിച്ചിട്ടുണ്ട്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളോടൊക്കെ ബഹുമാനം ഇപ്പൊ തോന്നി തുടങ്ങുന്നുണ്ട്. ഒക്കെ ശരിയാ. പക്ഷെ എന്റെ കഴിഞ്ഞ കാലം റബ്ബേ എന്താണ് എന്നൊരു ചിന്ത നമ്മളെ മനസ്സിൽ വരണം. 60 കൊല്ലം ജാഹിലിയത്തിൽ ജീവിച്ച ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്നയാൾ 60 കൊല്ലം ജാഹിലിയത്തിലാ, ഇസ്ലാമിന്റെ വിരോധിയായി ജീവിച്ചു. ആ ഹസ്സാൻ പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അല്ലാഹു 60 കൊല്ലം പിന്നെയും ഹയാത്ത് നൽകി. ആ ഹസ്സാൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം മറ്റൊന്നുമല്ല, മദീന പള്ളിയിൽ എനിക്ക് വലിയൊരു പദവി ഹബീബായ നബി തങ്ങൾ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില ആളുകൾ കവിതയിലൂടെ കളിയാക്കിയപ്പോൾ എന്നോട് ഹബീബായ നബി പറഞ്ഞു, ഹസ്സാനെ നീ ഒന്ന് പാടൂ, നീ ഒന്ന് മദ്ഹ് പറയൂ. റസൂലുള്ളാഹിന്റെ മദ്ഹ് അങ്ങ് പറയാൻ തുടങ്ങി. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാട്ടുപാടിയപ്പോൾ, മദ്ഹ് പാടിയപ്പോൾ മദീനത്തെ പള്ളിയിൽ സാധാരണ ഖുത്ബ ഓതുന്ന മിമ്പറിന്റെ താഴെ പുതിയൊരു മിമ്പർ ഹസ്സാൻ ഇബ്നു സാബിത്ത് അതാ ഉണ്ടാക്കി കൊടുത്തു. ആ മിമ്പറിൽ മദീനത്തെ പള്ളിയിൽ മൗലിദ് ഓതാൻ വേണ്ടി, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ വേണ്ടി അതാ പള്ളിയിൽ ഒരു ചെറിയ പീഠം, പള്ളിയിൽ മൗലിദ്, പള്ളിയിൽ വെച്ച് മൗലിദും പാട്ടും നബിയുടെ മദ്ഹ് പാടുകയാണ്. ആ മൗലിദിന് വേണ്ടി ആ പീഠത്തിലേക്ക് ഹസ്സാൻ ഇബ്നു സാബിത്ത് കയറിയപ്പോൾ നബിയുടെ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശംസയുടെ വാക്ക്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി. അല്ലാഹ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ കൊണ്ട് ഈ ഹസ്സാന് നീ ശക്തി പകരണമേ. നല്ലൊരു ദുആ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറെ സമയം നഷ്ടപ്പെട്ടു പോയതൊക്കെ പരിഹരിക്കാൻ നല്ല ആൾക്കാരുടെ ദുആ നമ്മൾ വാങ്ങി വെക്കണം. നല്ല ആൾക്കാരുടെ ദുആ നമുക്ക് ലഭിക്കണം. കഴിഞ്ഞ കുറെ കൊല്ലം മുമ്പ് എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള് ഒരു ഭ്രാന്തനായ മനുഷ്യൻ വന്നു. അയാള് അങ്ങോട്ട് കയറിയിട്ടെന്തോ ചോദിക്കാൻ വന്നതാണ്. അയാളിങ്ങനെ കൈ നീട്ടിയ ചെറിയ എന്തോ ഒരു 10 ഉറുപ്പികയോ മറ്റോ കൊടുത്തു. ഇയാള് ഇറങ്ങി പോകുമ്പോ പറയാണ്, ഈ ഭ്രാന്തനായ മനുഷ്യൻ പറയുന്നു, മുസ്ലിയാരെ നിങ്ങൾ എവിടെയും കുഴങ്ങൂല, എല്ലായിടത്തും രക്ഷപ്പെടും. ഇതും പറഞ്ഞ് ഇയാളങ്ങ് പോവുകയാണ്. അങ്ങനെ അങ്ങ് പോകുമ്പോ വേറൊരു ഉസ്താദ്, ഒരു മതപണ്ഡിതൻ, ഒരു ആലിമായ മനുഷ്യൻ എന്തോ ആവശ്യത്തിന് വന്നപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫൈസി ആ പറഞ്ഞ വാക്കില്ലേ അത് വലിയൊരു വാക്കാണ്. അവൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം സമുദായത്തിൽ ഈമാനോടുകൂടി ജീവിച്ച ഒരു മനുഷ്യന് പിന്നെ അവന് ഭ്രാന്ത് വന്നു. ആ ഭ്രാന്ത് വന്നതിനു ശേഷവും അവന്റെ ഈമാന് കേട് സംഭവിക്കുന്നില്ലല്ലോ, ഇപ്പോഴും അവൻ ഈമാനുള്ളവനാണ്. ഭ്രാന്ത് വന്നതോടുകൂടി അവന് നിസ്കാരം നിർബന്ധമില്ല, നോമ്പ് നിർബന്ധമല്ല. അവന്റെ നാവിൽ നിന്ന് വരുന്ന നല്ല ദുആകള് മുസ്ലിം സമുദായത്തിന്, മുസ്ലിമീങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യും. ആലിമീങ്ങളുടെ ദുആ പോലെ ഭ്രാന്തനെ നമ്മൾ പരിഹസിക്കരുത്, കളിയാക്കരുത്. നല്ല ആൾക്കാരുടെ വാക്ക് നമ്മൾ വാങ്ങി വെക്കണം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ വലിയ സന്തോഷം റസൂലുള്ളാഹിന്റെ ദുആയാണ് കേട്ടോ. രണ്ടാമത് 120 കൊല്ലം ജീവിച്ച മറ്റൊരു സ്വഹാബിയാണ് ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ മഹത്വം ചരിത്രങ്ങളിൽ കാണാം. അദ്ദേഹം ജനിക്കുന്നത് നമ്മളാരും ജനിച്ചതുപോലെയല്ല, വല്ലാത്തൊരു സന്തോഷമുള്ള ജനനമാണ്. കഅബയുടെ ഉള്ളിലാണ് അദ്ദേഹത്തെ ഉമ്മ പ്രസവിച്ചത്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഉമ്മ കഅബയിലേക്ക് കയറുകയാണ്. കഅബയുടെ ഉള്ളിൽ
കഅബയുടെ ഉള്ളിൽ കയറി പൂർണ്ണ ഗർഭിണിയായ സമയത്താണ് കഅബയുടെ ഉള്ളിൽ കയറിയത്. ഒരു കോണി വെച്ചിട്ട് മാത്രമല്ലേ കയറാൻ കഴിയൂ. മസ്ജിദുൽ ഹറാമിന്റെ ആ നിരപ്പിൽ നിന്ന് അല്പം ഉയർന്നിട്ടാണല്ലോ കഅബയുള്ളത്. കഅബയുടെ ഉള്ളിൽ കോണി വെച്ച് അതാ കയറുന്നു, അവിടെ വെച്ച് പ്രസവിക്കുന്നു. ഹക്കീം എന്ന് പേരിടുന്നു. ആ ഹക്കീം ഇബ്നു ഹിസാം പറയുന്നു, എന്റെ ഒരു സന്തോഷം മക്കത്തോ മദീനത്തോ ജസീറത്തുൽ അറബിലോ ദുനിയാവിൽ എവിടെയും ഒരാൾക്കുമില്ലാത്തൊരു സന്തോഷം എനിക്ക് കിട്ടി. ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം. ദുനിയാവിലെ ഏറ്റവും മഹത്വമുള്ള കഅബ ശരീഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഔപചാരികമായി ആ കഅബാലയം തുറന്നു തരുന്നതിന് മുൻപാണ് സംഭവം. അവിടെ വെച്ച് സ്ത്രീ പ്രസവിച്ചു. കുട്ടിന്റെ ഒരു അഭിമാനവും സന്തോഷവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് 5 കൊല്ലം മുമ്പാണ് സംഭവം ഉണ്ടായത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടു. നബിതങ്ങൾ വളർന്ന് വലുതായി. 40 വയസ്സായപ്പോൾ നബുവത്ത് കിട്ടി. എല്ലാ ജനങ്ങളെയും നബി സമീപിച്ചു, ഹക്കീമിനെയും സമീപിച്ചു. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ഹക്കീം ഇബ്നു ഹിസാമിന്റെ പ്രതികരണം, നിന്റെ ഇസ്ലാം എനിക്ക് വേണ്ട. കഅബയുടെ ഉള്ളിൽ ജനിച്ച എനിക്ക് നിങ്ങളാരെയും ക്രെഡിറ്റ് ആവശ്യമില്ല എന്ന ചിന്തയാണ് അവനുണ്ടായത്. ഇസ്ലാമിൽ വന്നില്ല. കൊല്ലങ്ങൾ പലത് കഴിഞ്ഞു. മദീനയിലേക്ക് നബിയും അനുയായികളും ഹിജ്റ പോയി. ആ മദീനയിൽ നിന്ന് നബിയും സ്വഹാബത്തും മദീനയിൽ നിന്ന് മക്കയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ജീറാൻ ആ മിനയിലൂടെ മുസ്ദലിഫയിലൂടെ, മുസ്ദലിഫ, മിന, അറഫാത്ത് ആ വഴിയിലൂടെ കടന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹിന്റെ ദിവസം വരികയാണ്. വരുമ്പോഴാണ് ഹക്കീം ഇബ്നു ഹിസാമിനോട് ആരോ പറഞ്ഞു, ഹക്കീമേ വരുന്നുണ്ടോ, നിന്റെ എല്ലാ പരിപാടിയും പരാജയപ്പെടാൻ പോകുന്നു. ശുഭ്രവസ്ത്രധാരികളായ സ്വഹാബിമാർ റസൂലുള്ളാഹിന്റെ കൂടെ അകമ്പടിയായി സ്വഹാബത്തുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴേക്ക് വേഗം എങ്ങോട്ടെങ്കിലും പോയി ഒളിക്കൂ. ഹക്കീം ഇബ്നു ഹിസാം പറയുന്നു, ഒളിക്കുന്ന വിഷയമേ ഇല്ല. ആ ഹബീബായ നബിയുടെ സമീപത്ത് ചെന്ന് കാൽക്കൽ വീണ് കരയാനാണ് എന്റെ ആശ. അള്ളാഹുവിന്റെ ഹബീബ് വന്നു. ആ നബിയുടെ കാൽക്കൽ അതാ ഹക്കീം ഇബ്നു ഹിസാം ചെന്ന് വീഴുന്നു. വയസ്സ് കുറെ ആയിട്ടുണ്ട്. നബിയെ, നിങ്ങളെക്കാൾ 5 വയസ്സ് എനിക്ക് കൂടുതലാണ്. ഞാൻ എത്രയോ ധിക്കാരം പറഞ്ഞ് ജീവിച്ച വ്യക്തിയാണ്. കഅബയുടെ ഉള്ളിൽ ജനിച്ച ആ അഹങ്കാരത്തിന്റെ പേരിൽ ഇസ്ലാമിനെ എതിർത്ത വ്യക്തിയാണ്. എനിക്ക് കലിമ ചൊല്ലിത്തരണമെന്ന് പറയുന്നു. ഹബീബായ റസൂലുള്ളാഹി ചൊല്ലിക്കൊടുക്കുന്നു. 4 മക്കൾ, നല്ല ഉഷാറുള്ള മക്കൾ. നേരത്തെ വിമർശിച്ചു നടന്ന ആളുകൾക്ക് നന്നാവാനുള്ള സമയമാണ് പരിശുദ്ധ റമദാൻ. നല്ല സ്വാലിഹീങ്ങളെയും സയ്യിദുമാരെയും കുറ്റപ്പെടുത്തി സമയം നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് ചിന്തിക്കേണ്ട സമയമാണ് റമദാൻ. 4 മക്കളും അതാ വരുന്നു. ഹക്കീം ഇബ്നു ഹിസാമിന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു താക്കോലാണ്. ആ താക്കോൽ മെല്ലെ റസൂലുള്ളാഹിന്റെ കയ്യിൽ അങ്ങ് കൈമാറുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ഹക്കീമേ, ഇതേതാണ് ഈ താക്കോൽ? അദ്ദേഹത്തിന്റെ മറുപടി, ഈ മക്കയിൽ ഒരു ഓഫീസ് ഉണ്ട്. നിങ്ങളെ കൊല്ലാൻ വേണ്ടി മക്കാ മുശ്രിക്കീങ്ങൾക്ക് വാടകയില്ലാതെ ഒരു ബിൽഡിംഗ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വാടകയില്ലാതെ കൊടുത്തിരുന്നു. അവിടെയായിരുന്നു അബൂജഹലിന്റെ ഓഫീസ്. ആ സഫാ മർവയുടെ ഇടയിൽ സഅയിന് പോയ ആളുകൾക്ക് കാണാം, ജബലു അബീ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ താഴ്ഭാഗത്ത് അവിടെ പല ചരിത്രവും നടന്ന മണ്ണാണ്. ആ പ്രദേശത്ത് അതാ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിംഗ് ഈ മനുഷ്യന്റേതാണ്. വാടകയില്ലാതെ വിട്ടുകൊടുത്തു. റസൂലുള്ളാഹിനെ വിമർശിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടപ്പോൾ ആ കെട്ടിടത്തിന്റെ താക്കോൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കയ്യിൽ അതാ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കെട്ടിടം ഇന്നു മുതൽക്ക് നിങ്ങളുടെ കെട്ടിടമാണ്. നിങ്ങളുടെ കെട്ടിടമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങളൊക്കെ എനിക്ക് പുറത്തു കിട്ടണം. അതാണ് എന്റെ ആശ. ചരിത്രത്തിലേക്ക് നോക്കൂ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. കഴിഞ്ഞകാല ജീവിതത്തിലെ വൃത്തികേടുകളെ പറ്റി ചിന്തിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് വേണം അള്ളാഹുവിന്റെ വഴിയിലേക്ക് നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കാൻ. കാഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ സാദൃശ്യമുള്ള
സ്വഹാബി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ എല്ലാ സന്തോഷങ്ങളും നേടിയെടുത്തത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം സ്വീകരിച്ച് മൂത്തത്ത് യുദ്ധത്തിൽ പങ്കെടുത്ത് ആ മഹത്തായ ധർമ്മവും കർമ്മവും നിർവഹിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമുണ്ടായത്. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ എത്ര കൊല്ലം എത്ര തെറ്റുകൾ ആരൊക്കെ ചെയ്തോ അവരൊക്കെ പിന്നീട് സന്തോഷിച്ചത് പശ്ചാത്തപിച്ച് മടങ്ങുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവരെ മനസ്സിൽ ആനന്ദമുണ്ടായി, അവരെ മനസ്സിൽ സന്തോഷമുണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന ആ സമയത്ത് അവർ മരിച്ചിരുന്നുവെങ്കിൽ അവരെ സ്ഥിതി എന്തായിരുന്നുവെന്ന് എപ്പോഴും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇതേ അവസ്ഥ ഇസ്ലാമിക സമൂഹത്തിലെ കുട്ടികളോട്, ചെറുപ്പക്കാരോട്, യുവാക്കളോട് നേരത്തെ ഇവിടെ ഉണർത്തിയതുപോലെ കോടിക്കണക്കിന് ഉറുപ്പികയുടെ മദ്യം വിളമ്പുമ്പോൾ അതിൽ സിംഹഭാഗവും കുടിച്ചു തീർക്കുന്ന ഒരു സമൂഹമായി നമ്മൾ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു തആല ഈ സമുദായത്തെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കള്ള് നജിസല്ലേ പ്രിയപ്പെട്ട കുട്ടികളെ? കള്ള് മാലിന്യമാണ്, നജിസാണ്, മാലിന്യമാണ്. കള്ള് ആരെങ്കിലും കുടിച്ചാൽ ആ മനുഷ്യന്റെ ശരീരത്തിന് വിലയില്ല, രക്തത്തിന് വിലയില്ല. ഇന്ന് കള്ളു കുടിക്കുന്ന മനുഷ്യൻ നാളെ ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ചക്രത്തിന്റെ അടിയിൽ കുടുങ്ങി ചാകേണ്ടവനാണ്. അവന്റെ രക്തത്തിന് വിലയില്ല, മുഹദറുദ്ധമാണ്, രക്തത്തിന് വിലയില്ല, രക്തത്തിന് യാതൊരു മഹത്വവുമില്ല. നാളെയോ അടുത്ത ദിവസമോ മോട്ടോർ സൈക്കിൾ അപകടത്തിൽ നീ ചാകേണ്ടവനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ കള്ളു കുടിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരേതാ ശിക്ഷിക്കുകയാണ്. ആ കള്ള് ഇന്ന് വ്യാപകമായി മാറിയെങ്കിൽ കുടിച്ചുപോയ കുട്ടികൾ, മയക്കുമരുന്നിന് അടിപ്പെട്ട കുട്ടികൾ ആരെങ്കിലും ഈ പ്രഭാഷണം കേൾക്കുന്നുവെങ്കിൽ അവരോട് പറയട്ടെ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരികയാണ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാപം ചെയ്തവർക്ക് നന്നാവാനുള്ള വഴി ഗസാലി ഇമാം പറഞ്ഞു തരുന്നു. പ്രാക്ടീസ് കൊണ്ടുവന്ന ആലിമീങ്ങളാണ് നമുക്കുള്ളത്. എല്ലാം തികഞ്ഞ് എല്ലാ വിഷയത്തിലും നമുക്ക് ഉപദേശം ചെയ്യാൻ കഴിവുള്ള വലിയ പണ്ഡിതന്മാരാണ്. ഇമാം ഗസാലി 10 കൊല്ലം ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിൽ എഴുത്തിക്കാഫിരുന്ന പണ്ഡിതനാണ്. ആ 10 കൊല്ലക്കാലം പള്ളിയിൽ വെറുതെ ഇരുന്നതല്ല, അവിടെ വെച്ച് അദ്ദേഹം എഴുതിയ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇഹ്യാ ഉലൂമുദ്ദീൻ വാല്യങ്ങളോളമുള്ള വലിയ കിതാബ് ഇത്തിക്കാഫിന്റെ വേളയിൽ എഴുതി തീർത്ത് അത് സമുദായത്തിന് സമ്മാനമായി നൽകുന്ന ഗസാലി ഇമാം പറയുന്നു, ഓ മനുഷ്യ, പാപം ചെയ്തുവല്ലേ? പാപം ചെയ്ത നിനക്ക് നന്നാവണമെന്ന് ആഗ്രഹമില്ലേ? വരൂ, ശാശ്വതമായ ആ സന്തോഷങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ അതും പോകട്ടെ. നീ നല്ലവനായാൽ നിന്റെ ഭാര്യ തന്നെ ഇഷ്ടപ്പെടുന്നു, നിന്റെ അയൽക്കാർ തന്നെ ഇഷ്ടപ്പെടുന്നു, നിന്റെ ഓഫീസിലെ സഹപ്രവർത്തകർ തന്നെ ഇഷ്ടപ്പെടുന്നു. നീ ദുർമാർഗിയായാൽ ഭാര്യ വെറുക്കുന്നു, മക്കൾ വെറുക്കുന്നു, കുടുംബം വെറുക്കുന്നു, അയൽക്കാർ വെറുക്കുന്നു. നീ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എല്ലാരും കുറ്റം പറയുന്നു. നീ നല്ലവനാണെങ്കിലോ നിനക്ക് അനുകൂലമായിട്ടേ സമൂഹം പറയൂ. ഗസാലി ഇമാം പറയുന്നു, കള്ളു കുടിച്ചു പോയതിനുള്ള പരിഹാരം പശ്ചാത്തപിച്ചു മടങ്ങലാണ്. ശരീരത്തിൽ ഒരവയവമുണ്ട് യുവാക്കളെ, ആ അവയവം വുളു എടുക്കുന്ന സമയത്ത് നനക്കാറില്ല. ജനാബത്ത് കുളിക്കുമ്പോൾ നനക്കാത്ത ഒരവയവം നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ബാക്കി എല്ലാ അവയവവും നാം ജനാബത്ത് കുളിക്കുമ്പോൾ കഴുകുന്നു, നനക്കുന്നു. വായിലെ നാവ് ജനാബത്ത് കുളിയുടെ സമയത്ത് നാം നനയ്ക്കുന്നു, മളുമലത്തിലൂടെ. വുളുവിന്റെ സമയത്ത് വായി നാം നനയ്ക്കുന്നു, കഴുകുന്നു. കാൽ നാം നനയ്ക്കുന്നു, കഴുകുന്നു. ജനാബത്തിന്റെ സമയം ശരീരം മുഴുവനും കഴുകുന്നു. എന്നാൽ ശരീരത്തിൽ കഴുകാത്തൊരു ഭാഗമുണ്ട്, അത് കഴുകൽ സുന്നത്തില്ല. വുളുവിൽ അത് കഴുകൽ സുന്നത്തില്ല. ജനാബത്ത് കുളിയിൽ അതേതാണ് അവയവം? അത് മറ്റൊന്നുമല്ല, നിന്റെ 2 കണ്ണുകളാണ്. ആ കണ്ണുകൾ എന്താണ് കരയാത്തത്? കണ്ണിനെന്താണ് കരച്ചിൽ വരാത്തത്? നീ എന്താണ് ആ കണ്ണുകൊണ്ട് കരയാത്തത്? ആ കണ്ണ് നിനക്ക് തന്ന റബ്ബിനെ നീ മറന്നുപോയോ? അലം നജഅല്ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ
ഖുർആൻ പറയുന്നു, ആ രണ്ട് കണ്ണുകൾ നിനക്ക് തന്ന റബ്ബ്, ആ കണ്ണിനെ നനക്കാനുള്ള മാർഗം അത് കഴുകലല്ല, കരയലാണ്. ആ കണ്ണ് കൊണ്ട് നീ കരഞ്ഞ് ഒറ്റക്കൊരു സ്ഥലത്ത് പോയി ഒറ്റക്ക് പോയിട്ട് ഇങ്ങനെ കരഞ്ഞോ, കരഞ്ഞിട്ട് റബ്ബിനോട് പറയുക, ഞാൻ കുടിച്ചു പോയിട്ടുണ്ട്, ഇനി ഞാൻ ഒരിക്കലും കുടിക്കുകയില്ല, കള്ളു കുടിക്കുകയില്ല. മാത്രമല്ല ഇമാം ഗസാലി ഒരു പ്രായശ്ചിത്തവും പറയുന്നു, കുറച്ച് മധുരപാനീയം നീ കപ്പുകളിലാക്കിയിട്ട് സാധുക്കളായ ആളുകൾ കൊണ്ടുപോയി വിതരണം ചെയ്യ്. എത്ര കപ്പാണ് നീ മദ്യം കഴിച്ചത്, അത്രയും കപ്പ് മധുരപാനീയങ്ങൾ, നല്ല പാനീയങ്ങൾ ഉണ്ടാക്കി സാധുക്കൾക്ക് കൊടുക്കടോ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കും. ഈ പരിശുദ്ധ റമദാൻ അതിനെല്ലാമുള്ള സന്ദർഭമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ വലിയ ബേജാറല്ലേ. ദഹിയത്തുൽ കൽബിയെ പറ്റി കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരന്മാരെ? ദഹിയത്തുൽ കൽബി ആരാണ്? ഒരു കാലഘട്ടത്തിൽ രാജാവായി ജീവിച്ച ആളാണ് ദഹിയത്തുൽ കൽബി. ആ രാജാവായി ജീവിച്ച ദഹിയത്തുൽ കൽബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരെയും നന്മയിലേക്ക് വിളിക്കണം, എല്ലാവരെയും നന്മയുടെ മാർഗത്തിലേക്ക് വിളിക്കണം. CD കൊടുത്തയച്ചും നല്ല പുസ്തകങ്ങൾ കൊടുത്തയച്ചും അതുപോലെ ദിക്റിന്റെ പുസ്തകങ്ങൾ കൊടുത്തയച്ചും നല്ലതിലേക്ക് ഇങ്ങനെ ക്ഷണിക്കണം. ഒരാളെയും വിട്ടുകളയണ്ട, എല്ലാവരെയും ക്ഷണിക്കണം. റമദാൻ അതിലുള്ള മാസമാണ്. ദഹിയത്തുൽ കൽബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി. കത്തുമായിട്ട് ആള് പോയി. രാജാവാണ്, രാജാക്കന്മാർക്ക് കത്ത് എഴുതുമ്പോ റസൂലുള്ളാഹിക്ക് പേടിയുണ്ടോ? പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാറ്റിനും പിന്നിൽ അള്ളാഹു ഇല്ലേ? ആ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരല്ലേ കത്തയക്കും. ദഹിയത്തുൽ കൽബി കത്ത് വാങ്ങി അത് വായിച്ചു നോക്കിയിട്ട് കരയാണ്. എനിക്ക് കത്ത്, മുഹമ്മദ് നബിയാകുന്ന പ്രവാചകൻ എനിക്ക് കത്തെഴുതി, ഞാൻ കുറെ കാലം കുഫ്രിയത്തിന്റെ നേതാവായി ജീവിച്ച ആളാണ്, ഞാൻ എങ്ങനെ ആ നബിയുടെ അടുത്തേക്ക് പോകും? മിന്നി ഖതൽതു ഔലാദി, എങ്ങനെ ഞാൻ നബിയുടെ ഹദറത്തിലേക്ക് പോകും? ഒരുപാട് മക്കളെ ഞാൻ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. ജാഹിലിയ കാലത്ത് കുട്ടികളെ കൊല്ലൊരു പേശനായിരുന്നു. അക്കാലത്ത് എന്റെ ഒരുപാട് മക്കളെ ഞാൻ കൊന്നിട്ടുണ്ട്. ഈ മക്കളെ കൊന്ന ഈ കൈ എങ്ങനെ ഞാൻ നബിന്റെ കയ്യിൽ വെക്കും? ആരാണ് നബിതങ്ങൾ? ആ നബിന്റെ കയ്യിൽ കൈ വെക്കണമെങ്കിൽ ഞാൻ എത്രയോ നന്നാകേണ്ടതില്ലേ? ഇന്നി വളതു യമീനി ലാ ഉനാസിഹു ഫീ കഫീനി ദീനിഖമാതിൻ ഖീലുൽ ഖീലു. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ അദ്ദേഹത്തിന്റെ കൈവച്ചപ്പോൾ അദ്ദേഹവും ആരംഗം ഓർത്തുപോയിട്ടുണ്ട്. സ്വന്തം കൈ റസൂലുള്ളാഹിന്റെ കയ്യിൽ വെക്കാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. ദഹിയത്തുൽ കൽബിക്ക് ഭയം തോന്നി. ആ സമയത്ത് കത്ത് കൊണ്ടുവന്ന ആൾ വിവരം പോയി കൊടുത്തു, ഹബീബായ നബിയെ, ദഹിയത്തുൽ കൽബി വരൂല, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ മടിയാണ്, പേടിയാണ്. എങ്ങനെ വരും എന്നുള്ള പേടിയാണ്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി, വമാ കാന ഫിൽ ജാഹിലിയ്യത്തി ഫഖദ് ഹദമഹുൽ ഇസ്ലാം. ജാഹിലിയ കാലത്ത് എന്തെങ്കിലും ഒരു മനുഷ്യൻ ചെയ്തു പോയാൽ അതൊക്കെ ഇസ്ലാമിൽ വന്നാൽ വരുന്നതോടൊക്കെ അല്ലാഹു പൊറുക്കും. അതുകൊണ്ട് നേരത്തെ ജാഹിലിയത്തിൽ ചെയ്തു പോയ കൊലപാതകങ്ങളും തമ്മാടിത്തങ്ങളും ഒക്കെ പടച്ചോൻ പൊറുക്കും, ബേജാറാവണ്ട. അങ്ങനെ ദഹിയത്ത് റസൂലുള്ളാഹിയുടെ ഹദറത്തിൽ വരികയാണ്. വന്നു, ഇസ്ലാമായി. അദ്ദേഹം ഇസ്ലാമിൽ വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ആളുകൾ മുഴുവനും പരിശുദ്ധമായ മതം സ്വീകരിക്കുകയാണ്. അങ്ങനെ കൊല്ലങ്ങൾ പലത് കഴിഞ്ഞു. ദഹിയത്തുൽ കൽബിക്ക് ഒരു ചാൻസ് പടച്ചവൻ കൊടുത്തു, വലിയ പൊരുത്തം കൊടുത്തു. മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് വഹയുമായി വരുമ്പോൾ അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, ആ സ്വഹാബിമാരെ, ജിബ്രീൽ അലൈഹിസ്സലാം ചില സമയത്ത് മനുഷ്യന്റെ രൂപത്തിൽ വരാറുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരുടെ രൂപമാണ് ജിബ്രീൽ ഉണ്ടാവുക? റസൂലുള്ളാഹി പറഞ്ഞു, ദഹിയത്തുൽ കൽബി എന്ന ആ മനുഷ്യന്റെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരിക. സ്വഹാബത്ത് അത് ശ്രദ്ധിച്ചു. ദഹിയത്തുൽ കൽബിയുടെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട സംഭവം ഹദീസുകളിൽ കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൊല്ലങ്ങൾ പലത് കഴിഞ്ഞു. ആ ദഹിയത്തുൽ കൽബി എന്ന വ്യക്തി പിന്നീട് അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ അറിയപ്പെടുന്ന ഒരു ഭാഗമായി അദ്ദേഹം മാറുകയും പിന്നീട് കിസ്ര ചക്രവർത്തിക്ക്
കത്തയക്കുന്നത് ദഹിയത്തുൽ കൽബി മുഖേനയാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഒരു എഞ്ചിനീയർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു എഞ്ചിനീയർ പോകുന്നത് നല്ലതാണ്. ഒരു ഡോക്ടർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പോകേണ്ടത് ഡോക്ടർ മുഖേനയാണ് പോകേണ്ടത്. ഒരു മുസ്ലിയാർ മാത്രം ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ മനസ്സിലാക്കുക എന്തോ സുഖമില്ലാഞ്ഞിട്ട് വരികയാണ്, നമ്മളെ കയ്യിലുള്ള നോട്ടീസൊന്നും അയാൾ കണ്ടോളണമെന്നില്ല. ഒരു ഡോക്ടറെയും കൂട്ടി പോവുക. ഡോക്ടറുടെ വീട്ടിന് മുൻപിൽ എത്തുമ്പോഴേക്ക് വേഗം വാതിൽ തുറന്ന് സാറ് വരികയെന്നറിയും. ഉസ്താദ് വന്നാലോ ചിലപ്പോ അത്ര പരിഗണന കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഉസ്താദന്മാരുടെ കയ്യിലൊക്കെ റെസീറ്റും കൂടി ഉണ്ടാവുകയാണെങ്കിൽ മെല്ലെ അകത്തേക്ക് പോയി ഇവിടെ അല്ല എന്ന് പറയാൻ ബോയിനോട് ഏൽപ്പിക്കുക ചെയ്യുക. അപ്പൊ എഞ്ചിനീയറെ കാണാൻ എഞ്ചിനീയർ പോവുക, ഡോക്ടറെ സമീപിച്ച് ഡോക്ടർ പോവുക, രാജാവിന്റെ അടുത്തേക്ക് പോകേണ്ട രാജാവ്. അപ്പൊ കിസ്റ ചക്രവർത്തിയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചപ്പോൾ ദിഹിയത്തുൽ കൽബി അയച്ചു. കാരണം ഇദ്ദേഹം മുമ്പ് ഒരു കാലത്ത് ഭരണം നടത്തിയ ആളാണ്. ഇയാള് ഭരണരംഗത്ത് തിളങ്ങിയ ആളാണ്. ഭരണരംഗത്ത് തിളങ്ങിയ ആളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ മതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അയക്കുകയാണ്. നോക്കൂ, ഇവിടെയെല്ലാം പഴയകാല ചരിത്രത്തിലെ വൃത്തികേടുകളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങാൻ പിൽക്കാലത്തുള്ള പ്രവർത്തനങ്ങൾ സഹായകമായി മാറിയ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ആധുനിക കാലഘട്ടത്തിലും നമുക്ക് ചെയ്യാനുള്ളത്. നോക്കൂ, ചരിത്രത്തിൽ കാണാം, സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, ഒരു വ്യക്തി അങ്ങാടിയിൽ പഴം വാങ്ങാൻ പോയി, പീടികയിൽ സാധനം വാങ്ങാൻ പോയി. അവിടെ ആപ്പിൾ കച്ചവടം നടത്തുന്ന ഒരു കടയാണ്. അവിടെ വ്യാപാരം നടത്തുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഇങ്ങനെ ആപ്പിൾ അവിടെ വിൽക്കുന്ന കച്ചവടക്കാരൻ ഈ പെൺകുട്ടിയെ കാണുകയാണ്. ആപ്പിൾ വാങ്ങാൻ വേണ്ടി അകത്തേക്ക് ചെന്നപ്പോ ആ വ്യാപാരി പറഞ്ഞു, അകത്തേക്ക് വന്നോളൂ, സുഖമായിട്ട് തിരഞ്ഞെടുക്കാം. ഈ പെൺകുട്ടി അകത്തേക്ക് കയറിയപ്പോൾ ആ കച്ചവടക്കാരൻ അവളുടെ മുഖത്ത് ഒരു ചുംബനം നൽകി. അതിനാണ് അകത്തേക്ക് വിളിച്ചത്. അവള് മനസ്സിലാക്കി നല്ല ആപ്പിൾ തിരഞ്ഞെടുക്കാനാണ് അകത്തേക്ക് വിളിച്ചത്. ആ വ്യാപാരി പെൺകുട്ടിയെ ചുംബിച്ച വിഷയത്തിൽ ദുഃഖത്തിലായി. ആ ദുഃഖം എവിടെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുക? എന്ത് പ്രശ്നമുണ്ടായാലും ഏത് പാപം ചെയ്താലും പരിഹാരമുണ്ട്. ആ പരിഹാരത്തിന്റെ ഭാഗമായി ആ വ്യാപാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് എന്ന് സങ്കടം പറയുകയാണ്. അവിടുന്ന് അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മേലിൽ ഇതുപോലെ ആവർത്തിക്കരുത്. ഈ ചെയ്തത് അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതിനുള്ള മാർഗം അഖിമിസ്സലാത്ത ത്വറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത്. നിസ്കാരം 5 നേരം ഒരു മനുഷ്യൻ നിർവഹിച്ചാൽ ആ നിസ്കാരം കൊണ്ട് അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം എന്നും നിസ്കരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്നും അബദ്ധം ആകാം എന്നല്ല. ആ അബദ്ധങ്ങൾ അള്ളാഹു പൊറുക്കും. പിന്നീട് മനഃപൂർവ്വം അങ്ങനെ ആവർത്തിച്ചാൽ രണ്ടാമത്തെ ദിവസത്തെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. തൗബ സ്വീകരിക്കാതിരുന്നാലോ ആ പാപം അവന്റെ അക്കൗണ്ടിൽ മായാതെ അവിടെ കിടക്കുന്നതാണ്. ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പാപം ചെയ്താൽ ആ പാപം ചെയ്തവന്റെ പാപം, ആ പാപത്തിന്റെ പരിഹാരം ആ പാപം ചെയ്ത വ്യക്തിയുടെ വീട്ടിന്റെ മുമ്പിൽ ഒരു ബോർഡിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, വൈദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ഇസ്തഗ്ഫിറുല്ലാഹ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്രായേൽ സമൂഹത്തിൽ ഒരാൾ പാപം ചെയ്താൽ ആ പാപം ചെയ്തവന്റെ പാപവും ആ പാപത്തിന്റെ പ്രായശ്ചിത്തവും ഈ ചെയ്തവന്റെ വീട്ടിന്റെ മുറ്റത്ത് പിറ്റേന്ന് രാവിലെ പ്രത്യക്ഷപ്പെടും. ഏത് പാപ ചെയ്തത്, ആ ചെയ്ത പാപ എങ്ങനെയാ പൊറുപ്പിക്കേണ്ടത്, രണ്ടും ഉണ്ടാവും. ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ സമുദായത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ബേജാറ് തന്നെയാണ്. മക്കള് കാണൂല, ഏറ്റവും ചുരുങ്ങിയത് മക്കള് രാവിലെ അങ്ങ് വായിച്ചു വെക്കും. ഇന്നലെ വാപ്പ പല വൈക്കും പോയിട്ടുണ്ടല്ലേ, ബാപ്പ രാവിലെ ആ ബോർഡ് എടുത്ത് മാറ്റുന്ന പണിയായിരിക്കും ഒന്നും ഉണ്ടാവുക. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്തപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, ഇസ്രായേൽ സമൂഹത്തിലുള്ളതുപോലെ നമുക്കും ഇങ്ങനെ ഒരു മാർഗം ഉണ്ടായാൽ നന്നായിരുന്നല്ലോ.
അല്ലാഹുവിന്റെ ഹബീബിന് ആ സമയത്ത് അവതരിച്ച വചനമാണ് വൈദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും. അടിമകൾ പാപം ചെയ്താൽ, അശ്ലീലമായ കാര്യങ്ങൾ ചെയ്താൽ, മദ്യപിച്ചാൽ, കള്ളു കുടിച്ചാൽ, തോന്നിയാസം ചെയ്താൽ അവരെന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറിനെ അവർ ചൊല്ലേണ്ടതാണ്, വർദ്ധിപ്പിക്കേണ്ടതാണ്. അസ്തഗ്ഫിറുല്ലാഹ് എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 100 തവണ ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ഒരു കൊല്ലത്തിൽ ഒരു മനുഷ്യനാകെ ചൊല്ലേണ്ട ദിക്റുകളുടെ എണ്ണം കണക്ക് കൂട്ടി നോക്കിയാൽ 6 ലക്ഷത്തിലധികം ദിക്ർ ഒരു കൊല്ലത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ചൊല്ലാനുണ്ട്. അത്രയും ദിക്റുകൾ കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്ത് ഈ സദസ്സിലുള്ള എത്ര ആളുകൾ ചൊല്ലിയെന്ന് അന്വേഷിച്ചാൽ ഉത്തരം വട്ടപൂജ്യമാണ്. എപ്പോഴെങ്കിലൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും. ഒരു ക്രമം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. സുബ്ഹാനല്ലാഹ് 33 വട്ടം പലപ്പോഴും ചെല്ലാറില്ല. അൽഹംദുലില്ലാഹ് പലപ്പോഴും കഴിയാറില്ല. അല്ലാഹു അക്ബറും പൂർത്തിയാവാറില്ല. വെല്ലോണ്ട് ഇങ്ങനെ തുടങ്ങും, പിന്നെ അതെങ്ങനെ തീരലെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ അങ്ങോട്ട് പോലെ ഒരു കൊല്ലത്തിൽ 6 ലക്ഷം ദിക്ർ ഒരു മനുഷ്യന് ചൊല്ലൽ സുന്നത്തുള്ള ദിക്ർ കിതാബിൽ സഹിഹായ ഹദീസിൽ തന്നെ കാണാം. ഈ ദിക്റൊക്കെ ചൊല്ലാനുണ്ടായിട്ട് പിന്നെ ദിക്റില്ല എന്ന് പറഞ്ഞ് വ്യാജ തരീഖത്തിന്റെ പിന്നാലെ പോകുന്നത് വിരോധാഭാസമാണെന്ന് സാന്ദർഭികമായി യുവാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നന്നാവാൻ വേണ്ടിയിട്ട് മണ്ടുകയാണ്. നന്നാവാൻ വേണ്ടി എങ്ങോട്ടും പോകണ്ട. ഏറ്റവും വലിയ ശൈഖ്, ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നേതാവ് പഠിപ്പിച്ച ദിക്റിനാണ് ഈ പറഞ്ഞു തരുന്നത്. ആ ദിക്റിൽ മുന്തിയ ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ്. അതാ കച്ചവടം, യുദ്ധത്തിന് പോവുകയാണ്. യുവാവ് യുദ്ധത്തിന് പോകുന്നു. അവന്റെ ഭാര്യയോട് പറയുന്നു, ഞാൻ പോയി വരുന്നത് വരെ സമാധാനത്തോടെ ഇവിടെ ജീവിച്ചോളൂ. അടുത്ത വീട്ടിലുള്ള ആളോട് പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളതൊക്കെ നീ വാങ്ങിക്കൊടുക്കണം, ഞാനിങ്ങനെ പോവുകയാണ്. അടുത്ത വീട്ടിലുള്ള ആൾ ഇടയ്ക്കിടെ ഈ വീട്ടിൽ വരുന്നു. ഭർത്താവ് ഗൾഫിൽ പോകുമ്പോൾ ഭർത്താവ് ജ്യേഷ്ഠനോട് ഏൽപ്പിക്കുമല്ലോ, എന്ത് നീ ഒന്ന് നോക്കണേ, ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഏൽപ്പിക്കുന്നത് പോലെ പുറത്തു പോകുമ്പോൾ ഏൽപ്പിച്ചു, എന്റെ ഭാര്യയെ നീ ശ്രദ്ധിക്കണം. അദ്ദേഹം പോയി. പിറ്റേന്ന് രാവിലെ അയൽക്കാരൻ വന്നു. എന്താ മോളെ വിശേഷം? നിനക്കെന്താ വേണ്ടോ ഒക്കെ പറയണേ. ഇല്ലല്ല, ഒന്നും ആവശ്യമല്ല. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയും. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒന്നും ബുദ്ധിമുട്ടാവണ്ട എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഈ വൈക്ക് വരണം. സമയാണെങ്കിൽ പോകുന്നുമില്ല. ഇവിടെ ആണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല. അയാളാണെങ്കിൽ വിളിക്കുന്നുമില്ല. എന്തോന്നറിയില്ല. പത്രത്തിലൊക്കെ പല വിഷമവും ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാ ദിവസവും പത്രമൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിയിട്ട് വേണ്ടോ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ രാവിലെ എല്ലാ ദിവസവും ഇവിടെ വരും എന്നൊക്കെ പറയുന്ന ആ മനുഷ്യനെ പോലെയാകാതെ ഈ പെണ്ണ് ധൈര്യത്തോടെ പറയണം, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി, ഞാൻ പറയുമ്പോ വന്നാൽ മതി. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം വരുന്നു. വന്നിട്ട് എന്തോ ചില സംസാരങ്ങളൊക്കെ നടന്നപ്പോൾ ആ പെണ്ണിന്റെ കൈ അയാള് തൊട്ടുപോയി. ആ പെണ്ണിന്റെ കൈ തൊട്ടുപോയി. ആ പെണ്ണിന്റെ അന്യ പുരുഷന്റെ ഭാര്യയായി ജീവിക്കുന്ന സഹോദരിയെ നീ തൊടാൻ പാടില്ല, നീ സ്പർശിക്കാൻ പാടില്ല. ഒരു സ്ത്രീയെ തൊടാൻ ഇസ്ലാം അനുവദിച്ചതിലെ വഴികളുണ്ട്. ഡോക്ടർക്ക് രോഗിയെ തൊടാം. അതും പെണ്ണുങ്ങൾ സമീപിക്കേണ്ടത് ലേഡി ഡോക്ടർമാരെ ആയിരിക്കണം. ആ വിഷയത്തിൽ ലേഡി ഡോക്ടർ ഇല്ലെങ്കിലേ ജെൻസായ ഡോക്ടർമാരെ പെണ്ണ് സമീപിക്കാൻ പാടുള്ളൂ. ഈ നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വേണം നാം പെരുമാറാൻ. അതുപോലെ അന്യപുരുഷനെ കാണിക്കാൻ വേണ്ടി, രോഗമായപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഒന്നുകിൽ ഭർത്താവ്, അല്ലെങ്കിൽ ബാപ്പ, അല്ലെങ്കിൽ ആങ്ങളെ കൂടെ വേണം. അവരാരുമില്ലാതെ ആ ഡോക്ടർ റൂമിലേക്ക് അവൾ കയറരുത്. ഒന്നും ഉണ്ടായിട്ടല്ല, പലതും ഉണ്ടായിട്ടാണ്. വേറൊന്നുമില്ല. എന്റെ ആ സ്പ്രേ എല്ലാം അടിച്ച് ഉഷാറായി മൈലാഞ്ചി ഒക്കെ ഇട്ട്. ഭർത്താവ് ഗൾഫിലുള്ള പെണ്ണ് മൈലാഞ്ചി ഇടാൻ പാടില്ല. ഭർത്താവ് ഗൾഫിലുള്ള പെണ്ണ് കണ്ണിൽ സുറുമെഴുതി പുറത്തിറങ്ങാൻ പാടില്ല. ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാൻ പാടില്ല. അഥവാ നീ അവിടെ എത്തി ആ ഡോക്ടർ റൂമിൽ ഇരിക്കുമ്പോൾ ഒന്ന് സ്പർശിച്ചു പോയാൽ, ആ സ്പർശനം ഒരു വലിയ ബന്ധമായി മാറിയാൽ എത്ര വലിയ അപരാധമാണ്. ഉമ്മമാരെ, നിങ്ങളതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ദുബായിൽ പണിയെടുക്കുന്ന ഒരു സഹോദരൻ, അയാളെ ഭാര്യ അതാ വരുന്നു. ആ ഭാര്യ അടിപൊളിയായി ജീവിതം നയിക്കുന്നു. അവള് പോകാത്ത സദസ്സില്ല, അവൾ എത്താത്ത കേന്ദ്രമില്ല. എല്ലാ ഷോപ്പിങ്ങിനും അവൾ കയറി ഇറങ്ങുന്നു.
സ്ഥിരമായിട്ട് ഒരു ഓട്ടോറിക്ഷയുണ്ട്, അവർക്ക് പോകാൻ വേണ്ടി മാത്രം. ഓട്ടോറിക്ഷ മൊത്തം ഒരു കൊല്ലത്തെ കരാർ കൊടുത്തതാണ്. ആ ഓട്ടോറിക്ഷക്കാരൻ നമ്പർ മിസ്സടിച്ചാൽ വീട്ടിൽ വരും, പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ ഓട്ടോറിക്ഷയിലാണ് ഇവളെ യാത്ര. അതിങ്ങനെ തുടരെയായി യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരനും അവളും തമ്മിൽ ബന്ധമായി, പ്രണയമായി. ആ ബന്ധം മൂത്ത് അവനും അവളും തമ്മിൽ ബന്ധങ്ങൾ പലതും നടന്ന് ഗർഭം ധരിച്ചു. 3 പ്രാവശ്യം ക്ലിനിക്കിൽ കൊണ്ടുപോയി ഗർഭചിത്രം നടത്തി. 4 കൊല്ലം കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നു, നാട്ടിലെത്തിയപ്പോൾ എവിടുന്നോ ഒരു ചെറിയ ന്യൂസ് കിട്ടി. ഇങ്ങനെ പെണ്ണ് ഇങ്ങനെ ഒരാളെ കൂടെ ഇടയ്ക്കിടെ പോകുന്നു നമ്മൾ കാണാറുണ്ട്. എത്ര മറച്ചു വെച്ചാലും രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കില്ല. ഭർത്താവ് വിവരമറിഞ്ഞു, നേരെ വീട്ടിൽ ഇങ്ങോട്ട് കയറി. ഉണ്ടായ സംഭവമാണ്, നിങ്ങൾ ഓർക്കണം. ആ നാട് ഞാനിവിടെ പറയുന്നില്ല, ഈ ജില്ലയല്ല, മറ്റൊരു ജില്ലയാണ്. നിങ്ങളെ ഭയന്നത് കൊണ്ട് ജില്ല മാറ്റുകയല്ല, വസ്തുത പറയുകയാണ്. ആ പെണ്ണ് ഉള്ള വീട്ടിലേക്ക് ഭർത്താവ് പെട്ടിയുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇറങ്ങി പോകൂ, ഇവിടുന്ന് പോകണം. ഇവളിങ്ങനെ അഭിനയിച്ച് നിൽക്കല്ലേ, അഭിനയത്തോടുകൂടി നിൽക്കുന്നു ഈ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി. ഭർത്താവിന്റെ മറുപടി, ഇവിടെ നിൽക്കാൻ പാടില്ല, ഇത് നിനക്ക് ഹറാമാണ്. കാരണം ഞാൻ എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, ഗൾഫിൽ എന്റെ ജോലി എന്താന്ന് നിനക്കറിയോ? അറബികളെ കക്കൂസ് കഴുകുന്ന പണിയാണ്. ഇതുവരെ ഞാൻ ആ വിവരം എന്നോട് പറയാതിരുന്നതാണ്. അറബിയുടെ ഭാര്യയെ പ്രസവിച്ചാൽ ആ പ്രസവിച്ച രക്തം മുഴുവനും കഴുകുന്ന പണിയാണ് എനിക്ക്. ആ അറബിയുടെ പെണ്ണിന്റെ മുഴുവൻ പാത്രങ്ങളും കഴുകുന്നത് ഞാനാണ്. അങ്ങനെ കിട്ടുന്ന കേസ് ഇങ്ങോട്ട് അയച്ചു തന്നു. അത് മുഴുവനും ഓട്ടോറിക്ഷക്കാരന് തിന്നാൻ കൊടുത്ത് അവനുമായി പ്രണയമുണ്ടായി. എത്ര തവണ അവനുമായി നീ ബന്ധപ്പെട്ട് എന്തെല്ലാം വൃത്തികേട് നീ ചെയ്തു. പോകൂ. ബാപ്പക്ക് ടെലിഫോൺ ചെയ്ത് ബാപ്പയോട് പറയുന്നു, നിങ്ങളെ മുത്തുമോള ദയവായി ഇവിടെ നിന്ന് കൊണ്ടുപോകണം, നിങ്ങളെ മോളെ ഞമ്മക്ക് വേണ്ട. ആ ഭാര്യക്കാവട്ടെ, ആ ഭർത്താവിൽ 2 മക്കളുണ്ട്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, 4 വയസ്സുള്ള വേറൊരു കുട്ടി, 2 പെൺകുട്ടികളുള്ളത്. ആ പെൺകുട്ടികളെ 2 പെൺകുട്ടികളെയും ചേർക്കാൻ വേണ്ടി അതാ സ്ഥാപനം തെരഞ്ഞു നടക്കുകയാണ്. അവസാനം മർക്കദുസ് സഖാഫത്തി സുന്നിയയിൽ ആ കുട്ടികളെ ചേർക്കാൻ വേണ്ടി വരികയാണ് ഈ ബാപ്പ പറഞ്ഞു, ഇന്ന 2 മക്കളെ ഇവിടെ ചേർക്കണമെന്ന്. വെറുതെ അങ്ങനെ ചോദിച്ചു, ഉമ്മ എവിടെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഇയാൾ രഹസ്യങ്ങൾ കൊണ്ട് പറഞ്ഞു, ഈ സംഭവം കൊണ്ട് വിവരിച്ചപ്പോൾ വലിയ ദുഃഖം തന്നെ. ഞാൻ പറഞ്ഞു, ഈ കുട്ടികളെ നിങ്ങൾ ഇവിടെ എന്തിനാണ് നിർത്തുന്നത്? നിങ്ങളെ കൂടെ താമസിപ്പിച്ചുകൂടെ? അയാളെ മറുപടി, ഞാൻ ദുബൈയിലേക്ക് പോവുകയാണ് അടുത്ത ആഴ്ച. ഈ 2 കുട്ടികളെ ഇവിടെ ആക്കിയാൽ എന്റെ ഭാര്യയെ പോലെ, ഇവിടെ ഉമ്മയെ പോലെ ഈ 2 കുട്ടികളും വേശ്യകളായി പോകും, കേടുവന്നു പോകും. അതുകൊണ്ട് ഇവിടെ ചേർക്കാനാണ് ആഗ്രഹം. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ദയവായി 20 കൊല്ലക്കാലം ഗൾഫിൽ നിന്ന് കിട്ടിയ സമ്പാദ്യമാണ് ഈ തോന്നിയാസം. ഇനിയും നിങ്ങൾ സമ്പാദിക്കാൻ പോകുന്നതിന് പകരം നിങ്ങൾ നാട്ടിൽ ഇവിടെ താമസിച്ച് ഈ 2 മക്കളെ സംസ്കരിച്ചെടുക്കണം. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലുള്ള വസ്ത്രം നേരിയതായി പോയപ്പോൾ ആ വസ്ത്രം വേണ്ട എന്ന് പറഞ്ഞ് ആ വസ്ത്രം വലിച്ചു കീറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിമാരല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്വന്തം ഭാര്യമാർ അതാ കേടുവന്നുകൊണ്ടിരിക്കുന്നു. ആ ഭാര്യമാരെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത അടുത്ത വീട്ടിലുള്ള ഒരു തമ്മാടിയെയാണ്. സൗകര്യം അതായതുകൊണ്ട് ആ തമ്മാടി ഇങ്ങനെ കണ്ട് ബന്ധം മൂത്ത് അങ്ങനെ മുഴുവൻ തോന്നിയാസവും അവിടെ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതുപോലൊരു ചെറിയ സംഭവം അതാ നടന്നു. ഈ മനുഷ്യൻ പോകുന്ന സമയത്ത് ഭാര്യന്റെ കാര്യം അടുത്ത വീട്ടുകാരനെ ഏൽപ്പിച്ചു. ആ വീട്ടുകാരനും ഇവളും തമ്മിൽ എന്തോ ഒരു ഇടപാട് നടത്തുമെന്ന് തൊട്ടുപോയി. കൈ തൊട്ടിട്ടേ ഉള്ളൂ. തൊട്ടപ്പോ പിന്നെ ആ മനുഷ്യനൊന്ന് മുത്തിപ്പോയി. ആ മനുഷ്യൻ പക്ഷെ ഈമാനുള്ള മനുഷ്യനാണ്. ഒരു ഹറാമ് വല്ലതും ചെയ്താൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേദന വേണം, നമ്മുടെ കൽബിന്റെ ഉള്ളിൽ വേദന വേണം. ഒരു നിസ്കാരം ഖളാ ആയാൽ നല്ല വേദന വേണം. ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഇങ്ങനെ കരയണം. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ബേജാറുണ്ടാവണം. ഒരു ഹറാമ് ചെയ്തു പോയാൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ സംഗതി ബേജാറ് തന്നെയാണല്ലോ. ആ ദുഃഖത്തിന്റെ പേരിൽ ആ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് പുറപ്പെടുകയാണ്. പക്ഷേ ഹബീബായ നബിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തേക്ക് ആദ്യം പോയത്. അവിടെ പോവുക, എന്നിട്ട് പരിഹാരം കിട്ടിയിട്ട് പോകാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനെയും വിളിച്ചു. 2 ആളും ഈ വിഷയം ചർച്ച ചെയ്തു. എന്താണ് ഉണ്ടായത്? ഇങ്ങനെ ഉണ്ടായി.
തൊട്ടിട്ടേ ഉള്ളു, വേറൊന്നുമില്ല. എന്നാലേ മേലിലൊന്നും ഉണ്ടാവരുത് കേട്ടോ, മേലിലൊന്നും ആവർത്തിക്കരുത്, പോയിക്കോ എന്ന് പറഞ്ഞ് രണ്ടാളും അവർക്ക് താക്കീത് കൊടുത്തു. ആ മനുഷ്യൻ അവിടുന്ന് പോയെങ്കിലും ബേജാറ് തീരുന്നില്ല. എല്ലാ വിഷയത്തിന്റെയും ഫൈനൽ അതോറിറ്റി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വന്നജ്മി ഇദാ ഹവാ മാ ضل സാഹിബുകും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ അല്ലമഹു ശദീദുൽ ഖുവാ. എല്ലാ വിഷയത്തിനും വഹ്യുമായി നൽകുന്ന, വഹ്യ് വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് ഈ മനുഷ്യൻ ചെല്ലുന്നു. ഉടനെ തന്നെ അവിടുന്ന് പറയുന്നു, വാ ഇവിടെ വാ, പോയി വുളു എടുക്ക്, വേഗം പോയി വുളു എടുക്ക്. വുളു എടുത്ത് അയാൾ വരുന്നു. എന്നിട്ട് അയാൾ അതാ 2 റക്അത്ത് നിസ്കരിക്കുന്നു. റബ്ബിനോട് കരഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ, വലൗ അന്നഹും യളലമു അൻഫുസഹും, ഏതെങ്കിലും മുഅ്മിനീങ്ങളിൽപ്പെട്ട ആരെങ്കിലും വല്ല പാപവും ചെയ്താൽ അവരെന്താണ് ചെയ്യേണ്ടത്? ജാഊക, നബിയെ നിങ്ങളുടെ സമീപത്ത് ഒരു സങ്കടം പറയാൻ വരും. എന്നിട്ട് ഫസ്തഗ്ഫറുല്ലാഹ ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പാപം ചെയ്ത മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കണം, നബി മുഖേനയായിരിക്കണം ബോധ്യപ്പെടുത്തുന്നത്, റബ്ബിനോട് കരയേണ്ടത്, പറയേണ്ടത്. അതിന്റെ ഒരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് പറയൽ. അതിന്റെ മറ്റൊരു ഭാഗമാണ് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ജല്ലൽ. അതിന്റെ മറ്റൊരു ഭാഗമാണ് സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കൽ. ആ മനുഷ്യന്റെ പാപം പൊറുക്കാനുള്ള വഴികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികളെ, നമ്മളതെല്ലാം മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നു, മനസ്സിന്റെ ഉള്ളു മുറിവേൽക്കുന്ന രൂപത്തിലുള്ള പാപങ്ങൾ ആരും ചെയ്തു പോകരുത്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വീട്ടിൽ നിന്ന് മറ്റാരെയും ബാധിക്കാത്ത തെറ്റ് ചെയ്യുന്നത് പോലെയല്ല മറ്റൊരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യൽ. നിങ്ങൾ നോക്കൂ, ഹാത്തിം അൽ അസം എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതന്റെ കഥ ചരിത്രത്തിൽ കാണാം. ഹാത്തിം, അദ്ദേഹം ചെയ്ത പണി നമ്മളൊക്കെ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന ഒരു പ്രവർത്തനവും ചെയ്യരുത്. ഒരു തെറ്റായ കാര്യം തടയുമ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ചത് പറഞ്ഞ് പരിഹസിക്കരുത്, മോശമാണ്. ഒരു തെറ്റായ കാര്യം തടയുമ്പോൾ വ്യക്തികളെ പരിഹസിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നീ ഒരു കാര്യം, തെറ്റായ കാര്യം കണ്ടും കാണുമ്പോൾ തടയുകയാണെങ്കിൽ അത് പരസ്യമായി നീ എതിർത്താൽ, ആ മനുഷ്യനെ മുറിവേൽക്കുന്ന രൂപത്തിലായാൽ നീ കുറ്റക്കാരനായി മാറും. ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണുന്നു, അദ്ദേഹത്തിന്റെ സമീപത്ത് ഒരു സ്ത്രീ ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി വരികയാണ്. ചോദിക്കാൻ വന്ന ആ സഹോദരി ബഹുമാനപ്പെട്ടവരുടെ സന്നിധിയിലെത്തിയപ്പോൾ ആ സ്ത്രീയിൽ നിന്ന് കേൾക്കാൻ പറ്റാത്ത ഒരു ശബ്ദം പുറത്തു വന്നു. വുളൂ മുറിഞ്ഞ ഒരു ശബ്ദം. അത് കേൾക്കുന്നത് ആരും ഇഷ്ടപ്പെടാത്തതാണ്. അത് പ്രത്യേകിച്ച് ഒരു വലിയ ഗുരുവിന്റെ ഹദറത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടായാൽ അതിന്റെ ജാള്യത എത്രയായിരിക്കും. ആ സ്ത്രീ ആ ജാള്യത മറച്ചു വെക്കാനും ശ്രമിച്ചെങ്കിലും പിന്നെ ഇങ്ങനെ ആ പെണ്ണിന് തോന്നുകയാണ്, റബ്ബേ, ഞാൻ ഈ വലിയ മനുഷ്യന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു അപശബ്ദം എന്റെ വക്കൽ നിന്നുണ്ടായല്ലോ, ഇത് അദ്ദേഹം കേട്ടോ ഇല്ലേ എന്ന് ആ വേജാറിൽ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹാത്തിം റളിയല്ലാഹു അൻഹു നല്ലൊരു ഹിക്മത്ത് അവിടെ ഉപയോഗപ്പെടുത്തി. ഹാത്തിം ആ സ്ത്രീയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് വന്നത്? അവൾ പറഞ്ഞു, ഞാനൊരു വിഷയം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ നീ എന്ത് ചോദിക്കുകയാണെങ്കിലും അല്പം ഉറക്കെ ചോദിക്കണം. അങ്ങനെയാണ് എന്റെ സ്ഥിതി ഉള്ളത്. ഒന്ന് ഉറക്കെ നീ പറഞ്ഞാലേ ഞാൻ കേൾക്കുകയുള്ളൂ. സ്ത്രീ ഉറക്കെ ചോദിച്ചു. ആ സമയത്ത് ആ സ്ത്രീക്ക് തന്നെ മനസ്സിലായി, ഇദ്ദേഹം കേൾവിലേശം കുറവുള്ള ആളായതുകൊണ്ടാണ് ഉറക്കെ പറയണമെന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് എന്റെ വക്കൽ നിന്നുണ്ടായ ശബ്ദം ഏതായാലും അവര് കേട്ടിട്ടില്ല. അല്ലാ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ വിഷയമെല്ലാം ചോദിച്ച് സ്ത്രീ അവിടുന്ന് പോയി. വീട്ടിൽ പോയി സ്ത്രീ പറഞ്ഞു, വലിയൊരു ഉസ്താദുണ്ട്, ചെവി കേൾക്കൂല. അത് നാട്ടിലും പരിസരത്തും എല്ലാം പ്രചരിച്ചു. അവരും എല്ലാരും പറയാൻ തുടങ്ങി, ചെവി കേൾക്കാത്ത ഉസ്താദാണ്. അൽ അസം എന്നൊരു പേര് കിട്ടി. ഹാത്തിം അൽ അസം, പൊട്ടൻ എന്നൊക്കെ പറയാവുന്ന അർത്ഥമുള്ള ഒരു പദം പേരിന്റെ വാൽകഷ്ണമായി വരികയാണ്. പക്ഷേ യാതൊരു വെറുപ്പും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. കാരണം ഒരു മോമിനത്തായ പെണ്ണിനെ വഷളാക്കാതെ
ഒരു മോമിനത്തായ പെണ്ണിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി സ്വയം പൊട്ടനായി അഭിനയിച്ച, ചെവി കേൾക്കുകയില്ല എന്ന് അഭിനയിച്ച ആ വലിയ മഹാൻ നമുക്കൊക്കെ പാഠമാകണം. അംറു ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകറിന്റെ വിഷയത്തിൽ നമ്മുടെ സ്വന്തം മക്കൾ തന്നെ പല വൃത്തികേടുകളിലൊക്കെ അവര് ഒരു പക്ഷേ എത്തിപ്പെടാൻ സാധ്യതകളുണ്ടല്ലോ. അത്തരം ഘട്ടങ്ങളിലൊക്കെ ആ മക്കൾക്ക് ഉപദേശിക്കുമ്പോൾ മറ്റുള്ള ആളുകളുടെ ഇടയിൽ വെച്ച് അവരെ നാം ചീത്ത പറഞ്ഞാൽ ആ കുട്ടികൾ കേട് വന്നു പോകും. എന്നാൽ വലിയ വലിയ ഉസ്താദുമാരും വലിയ വലിയ സാദാത്തുക്കളും ഔലിയാക്കളും ആ ദർജയിൽപ്പെട്ട വലിയ വലിയ ആലിമീങ്ങൾ നമ്മളെ ഇടന്നോ അല്ലെങ്കിൽ നമ്മൾ നന്നാകാൻ വേണ്ടി, കൂടുതൽ നന്നാകാൻ വേണ്ടി എപ്പോഴെങ്കിലും ഉപദേശിക്കുകയോ ശാസിക്കുകയോ ചെയ്താൽ അതെല്ലാം ബഹുമാനത്തോടുകൂടി സ്വീകരിക്കാനും നമ്മളൊക്കെ സാധിക്കുന്നവരായി മാറണം. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഈ സദസ്സ് മുഅ്മിനീങ്ങളുടെ ദുആഇന് ഉത്തരമുള്ള സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഏറ്റവും വലിയ ബേജാറുള്ളത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വഫാത്താണ്. ആ നബിതങ്ങൾ വഫാത്തായി പോയല്ലോ, കാണാൻ കഴിഞ്ഞില്ലല്ലോ. ആ ബേജാറ് പരിഹരിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്ന് അൽഹംദുലില്ലാഹ് മഹാന്മാരായ സാദാത്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആൾ എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ സാദാത്തുക്കളുടെ പവർ ഇൽമും കൂടിയുള്ളവരാണ്. ഇൽമും ഉണ്ട്, സിയാദത്തും ഉണ്ട്. സിയാദത്തും ഇൽമും രണ്ടും ഉണ്ട്. അതിന് പുറമേ നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ആ മഹത്വവുമുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വേദിയിൽ നമുക്ക് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാം. പടച്ച റബ്ബേ, ഞങ്ങളെ സദസ്സിനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക്, അതുപോലെ പി ഉസ്താദ്, പന്മള ഉസ്താദ്, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, നേതാക്കളുണ്ട്. റഹ്മാനായ റബ്ബേ, അവർക്കെല്ലാം നീ ഈമാനും തഖ്വയും ആഫിയത്തും എല്ലാ ഹിദായത്തും എല്ലാ വഴികളും കൂടുതൽ നൽകി ദീർഘായുസ് നൽകണേ പടച്ചവനെ. നാളെ ജന്നാത്തുൻ നഈമിൽ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പ്രഭാഷണ പരിപാടിയുടെ 5ാമത്തെ ദിവസമായി ഇന്ന് പ്രസംഗം ഇവിടെ അവസാനിക്കുകയല്ല. ഞങ്ങളെല്ലാവരും എല്ലാ ഖൈറിനും വേണ്ടി ദ്വാർക്കണം. പ്രഭാഷണ ദിവസങ്ങളിൽ ഉദാഹരണങ്ങളിലോ അല്ലാതെയോ ആർക്കെങ്കിലും വെറുപ്പിക്കുന്ന വല്ല പദപ്രയോഗങ്ങളൊക്കെ വന്നുപോയെങ്കിൽ അതെല്ലാം പൊറുക്കണമെന്നും നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.